കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട കരകൌശല നിർമ്മാതാക്കൾക്ക് തൊഴിലുപകരണങ്ങൾ വിതരണം ചെയ്തു. കുടയത്തൂർ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബാംബു മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് ഉപകരണങ്ങൾ കൈമാറി. പരമ്പരാഗതമായും അല്ലാതെയും മുള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിറ്റ് ഉപജീവനം നടത്തുന്ന ഇടുക്കി ജില്ലയിലെ 8 പഞ്ചായത്തുകളിൽ നിന്നുള്ള 50 പേർക്കാണ് തൊഴിലുപകരണങ്ങൾ കൈമാറിയത്. ജില്ലയുടെ സാമ്പത്തിക രംഗത്ത് കരകൌശല നിർമ്മാതാക്കൾക്ക് ഗണ്യമായ സ്ഥാനമാണുള്ളതെന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. നമ്മുടെ ജില്ലയിൽ കരകൌശല മേഖലയിൽ പണിയെടുക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. പ്രത്യേകിച്ചും ബാംബു ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് ഏറെ സാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ് നമ്മുടെ. അപ്പോൾ ഈ ഒരു തരത്തിൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന ടൂൾ കിറ്റുകൾ അതിൽ ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് അല്ലെങ്കിൽ ടൂൾസാണ് ഇതെന്ന് ചെയ്യപ്പെടുന്നത്. ഉപകരണങ്ങൾ കൈമാറുന്നതിനു മുമ്പ് തൊഴിലാളികൾക്ക് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന് കീഴിൽ 3 മാസത്തെ വിദഗ്ധ പരിശീലനവും നൽകിയിരുന്നു. കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ച ആധുനിക ഉപകരണങ്ങൾ കിട്ടിയത് തങ്ങളുടെ തൊഴിൽ മേഖലയ്ക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് ഇവർ പറഞ്ഞു. കുടയത്തൂർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കീഴിൽ ഞങ്ങൾക്ക് ആയുധങ്ങൾ 10,000 രൂപയുടെ ഏകദേശം 10,000 രൂപയുടെ ഡ്രില്ലർ, സാനർ, ചുറ്റിക, അങ്ങനെ ഞങ്ങളുടെ നിത്യോപസാധനങ്ങളായിട്ടുള്ള എല്ലാ സാധനങ്ങളും തന്നെ ഞങ്ങൾക്കിപ്പോൾ തരുന്നുണ്ട്. ഞങ്ങൾക്ക് നിലവിൽ മെഷീനൊന്നുമില്ല. ഇവിടെ വന്നിരുന്നാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽപ്പെടുത്തി മെഷീൻ തരാനായിട്ട് ഞങ്ങളെല്ലാവരെയും വിളിച്ചു വരുത്തിയിരിക്കുന്നതാണ്. നമ്മളുടെ ഈ ക്രാഫ്റ്റ് മേഖലയിൽ എന്തൊക്കെ ക്രാഫ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക, അതിനുവേണ്ട ടൂൾ കിറ്റുകൾ ഐഡന്റിഫൈ ചെയ്യുക. അതായത് ഈ നിങ്ങൾക്ക് തരുന്ന ഈ ടൂൾ കിറ്റെല്ലാം ഈ ബാംബു ക്രാഫ്റ്റിന് വേണ്ടിയാണ് നിശ്ചയിക്കുന്നത് നാഷണൽ ഡിസൈൻ സെന്ററാണ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുണ്ട്. നമ്മുടെ മനസ്സാർ സൂചിച്ചതുപോലെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ കേരളം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് മാക്സിമം ബെനിഫിറ്റ് ഉണ്ട്. ഡൽഹിയിൽ നിന്നുള്ള ബെനിഫിറ്റുകൾ നമുക്ക് നേരിട്ട് അദ്ദേഹത്തിൽ പങ്കുണ്ട്. ഓരോ ടൂൾ കിറ്റിലും 10,000 രൂപ വീതം വരുന്ന വിവിധ രീതിയിലുള്ള തൊഴിലുപകരണങ്ങളാണ് ഉണ്ടായിരുന്നത്. കേന്ദ്ര സർക്കാർ അംഗീകൃത ഏജൻസിയായ കുടയത്തൂർ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.